ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. റിസൾട്ട് എന്ന് പറഞ്ഞാൽ കിട്ടും റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാത്തിനും നമ്മളിങ്ങനെ പറയണ കാര്യമാണല്ലോ. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1-2 ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഞാൻ അതിൽ കൂടെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു ഐറ്റം കൂടി നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെപ്പോഴും നമുക്ക് ജസ്റ്റ് എപ്പോഴും എവിടേക്കെങ്കിലും ഒന്ന് പെട്ടെന്ന് പുറത്തേക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുഖം വല്ലാണ്ട് ഡള്ളായിട്ടൊക്കെ ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു നല്ലൊരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് അതെപ്പോഴും നമ്മുടെ വീട്ടിൽ അത്യാവശ്യമാണ്. അതൊരെണ്ണം മേടിച്ച് വെച്ചാൽ നമുക്ക് ഒത്തിരി കാലം ഉപയോഗിക്കാൻ പറ്റും. ഒരു 20 രൂപയൊക്കെ ഉള്ളൂ അതിൻ്റെ ഒരു പാക്കറ്റിന്. അതെന്താ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൾട്ടാനി മീട്ടിയാണ്. അതെപ്പോഴും നമ്മുടെ വീട്ടിൽ അത്യാവശ്യമാണ് കേട്ടോ. ഇപ്പോഴത്തെ പാലിലോ തൈരിലോ ഒന്നും നമുക്കത് ഇടാൻ പറ്റിയില്ലെങ്കിൽ ജസ്റ്റ് സാധാ പച്ചവെള്ളത്തിലായാലും നമുക്കത് ഇട്ട് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചപ്പാലും നമ്മുടെ ഉലുവാപ്പൊടിയും മുൾട്ടാണി മീട്ടും കൂടിയിട്ട് ഇട്ടിട്ടുള്ള അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഉലുവാപ്പൊടി എടുക്കണം. പിന്നെ നമുക്ക് മുൾട്ടാനി മീട്ടി ഞാനിവിടെ എടുത്തിട്ട് ഇപ്പം ഞാൻ ത്രിവേദയുടെ മുൾട്ടാനി മീട്ടിയാണ് ഉപയോഗിക്കുന്നത്. എനിക്കെന്തോ അത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തായാലും ബഞ്ചാറസിനെയാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ. മുൾട്ടാനി മീട്ടി വെറുതെ ഇട്ടാലും നമുക്ക് നല്ലതാണ്. അപ്പം നമുക്ക് ആദ്യം എടുക്കേണ്ടത് ഉലുവാപ്പൊടിയാണ്. ഇവിടെ ഉലുവയുടെ പൊടിയും അതേപോലെ തന്നെ മുൾട്ടാനി മീട്ടി ഓരോ ടീസ്പൂൺ, ഈ ഒരു കുഞ്ഞു ടീസ്പൂണിൻ്റെ അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇത് ചാലിക്കാൻ ആവശ്യമായിട്ടുള്ള പാലാണ് കേട്ടോ നമ്മളിവിടെ ഒഴിച്ച് കൊടുക്കണേ. ഒരു ക്രീം പരുവത്തിലേക്ക് നമുക്കിങ്ങനെ ആക്കി വരുമ്പോൾ അതാവട്ടെ. പെട്ടെന്ന് തന്നെ ഇട്ട് മുഖത്തേക്ക് ഇടാൻ പാടില്ല. ഒരു ക്രീമി ടെക്സ്ചറിലേക്ക് നമുക്ക് കൊണ്ടുവരണം. ഇപ്പം ഇതിൻ്റെ ബാക്കി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസമൊക്കെ ഇടാം കേട്ടോ. ഇതിപ്പോൾ നമുക്ക് മുൾട്ടാനി ആകുമ്പോൾ നമുക്കത് ഡെയിലി നമ്മൾ ഇടാൻ പറ്റാത്തൊരു പാക്കാണല്ലോ. പക്ഷെ ഉലുവാപ്പൊടിയും പാലും നമുക്ക് ദിവസം നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുക്കാവുന്ന ഒരു കാര്യം കേട്ടോ. പാക്ക് ഉണ്ടാക്കണോ? കണ്ട ഈ ഒരു ക്രീം പരുവത്തിലേക്ക് നമുക്ക് ഇതായി കിട്ടും. അത് വല്ലാണ്ട് ലൂസാവാനും പാടില്ല. എന്നാൽ നമ്മുടെ മുഖത്തേക്ക് തേക്കാൻ പറ്റണ ഒരു പരുവത്തിലേക്ക് ആയി കിട്ടണം കേട്ടോ. അപ്പം നമ്മൾ പച്ചപ്പാൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖം ഒന്ന് ക്ലെൻസിങ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് ശേഷം നമ്മൾ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മളെപ്പോഴും നമ്മുടെ മുഖം കഴുകി വന്നാലും നമ്മുടെ മുഖത്ത് അത്യാവശ്യം അഴുക്ക് ബാലൻസ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതിനാണ് നമ്മൾ പാല് വെച്ചിട്ട് ക്ലെൻസിങ് കൊടുക്കുന്നത്. പാല് നല്ലൊരു ക്ലെൻസറാണ്. അത് വെറുതെ തന്നെ നമ്മുടെ മുഖത്തേക്ക് തേക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കാണാൻ പറ്റും. എന്നിട്ട് നമ്മളൊരു പാക്കൊക്കെ ഇടുകയാണെങ്കിൽ അത് അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇത് നമ്മളിത് ഇട്ട് വല്ലാണ്ട് ഡ്രൈ ആവാൻ നിൽക്കരുത്. ഉലുവാപ്പൊടി ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാം ഇത് കഴുകുമ്പോൾ നമുക്ക് ഇത്തിരി സമയമെടുക്കും. പക്ഷേ നമുക്ക് അതായാലും അതൊരു പ്രശ്നമില്ലാത്ത കാര്യമാണ്. നമുക്ക് നല്ല റിസൾട്ടാണല്ലോ നമ്മുടെ മെയിനായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഇതൊക്കെ നമ്മുടെ അടുക്കളയിലുള്ളൊരു സാധനമല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ചന്ദന വേണോ? കുഞ്ഞ് പാക്ക് ചന്ദനമായിട്ട് കണക്കാക്കിയാണ്. മുഖത്തെങ്ങനെ ഇടുമ്പോണ്ടല്ലോ നമുക്ക് കഴുത്തിലും കൂടി നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പ്രാവശ്യം ഇട്ട് ഒന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊരു വലിച്ചിലുണ്ടാവും. അതിനുശേഷം നമ്മൾ ഒത്തിരിയും കൂടി ഇട്ട് കൊടുത്താലാണ് നമുക്ക് നല്ലൊരു റിസൾട്ടിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു പാക്കാണ്. നേച്ചുറൽ പാക്കുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതൊക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ്. വെൽക്കം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യണം കേട്ടോ. നമ്മൾ ലൈവ് ഓപ്ഷനൊക്കെ നമ്മൾ വീണ്ടും ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിലും സപ്പോർട്ട് ചെയ്യാനായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.